നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. ഇന്ന് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളി ദിനത്തിൽ നമുക്ക് ആശംസകളോ കാര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല. ദുഃഖവെള്ളി തന്നെയാണ്. ഈ ദിനത്തിൽ ഞാൻ ഈ വീഡിയോ ഇടാൻ മെയിൻ കാര്യം, ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. മാനവരാശിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലികർപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഏകദേശം ഒരു 10-15 ദിവസമായിട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ. അതായത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ഒരു പരിഹാരമല്ല. പക്ഷേ മനുഷ്യന് എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ തന്നെ എൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഞാൻ കാണേണ്ടി വന്നു. ഇത് കഥയല്ല, നടന്ന സംഭവം. അതായത് ഞാൻ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു 10-15 ദിവസമായിട്ട് ഞാൻ പെട്ടു. എൻ്റെ ബന്ധുക്കൾ വാതിലടച്ചു, കൂട്ടുകാർ വാതിലടച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത്രയും സഹായം ചെയ്തൊരു വ്യക്തിക്ക് ഈ അവസ്ഥ എങ്ങനെ വന്നു? മനുഷ്യനാണ്. അതായത് യേശുക്രിസ്തുവിനായാലും മഹാദേവനായാലും ഈ ദൈവങ്ങൾക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ഈ മനുഷ്യന്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ഒരു പരിഹാരമല്ലാണ്. ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ട് നിൽക്കുകയാണ്. എനിക്കിനി വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ മെഡിക്കൽ കോളേജ് ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ RCSലൊക്കെ ചെന്നു, കുറേ പേരെ കണ്ടു, അവരുടെ ദുഃഖങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ മനസ്സിലാക്കിയപ്പം എൻ്റെ ദുഃഖം ഒന്നുമല്ല. ഞാൻ അവിടുന്ന് നേരെ വെട്ടുകാട് പള്ളിയിൽ പോയി. അറിയാലോ, ഞാൻ വെട്ടുകാട് എല്ലാ ആഴ്ചയിലും പോകുന്നതാണ്. അവിടെ പോയി ഞാൻ 1 മണിക്കൂർ അവിടെ ഇരുന്നു. ഞാൻ കർത്താവിനടുത്ത് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്നെക്കൊണ്ടാവുന്ന ഹെൽപ്പ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ അവസ്ഥ എങ്ങനെ വന്നു? അങ്ങനെ ഞാൻ ദുഃഖിച്ച് ഒരുപാട് സമയം അവിടെ ഇരുന്നു. ഒരുവിധ റിലാക്സ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചിവിടെ വന്നു. വന്ന സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തോളിൽ തട്ടണം ഒരാൾ. എന്തൊരാഴ്ച അവിടെ? എനിക്ക് ആളെ അറിയില്ല. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചെറിയൊരു ആവശ്യമായിട്ട് വന്നതാണ്. എന്ത്? ഇപ്പം ഞാൻ കാര്യം പറഞ്ഞു. കൂട്ടുകാരെ, ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ്, 12K ഫോളോവേഴ്സ്, യൂട്യൂബിൽ 4.3K സബ്സ്ക്രൈബർ. എനിക്ക് ഇയാൾ അറിയില്ല. ഈ രക്ഷകൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ രക്ഷകനായിരുന്നു ആൾ. ഒരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല. ആളെന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ച ഘട്ടത്തിൽ ആ വ്യക്തി ഒരു ദൈവദൂതനെ പോലെ, ആ രക്ഷകൻ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ പുള്ളിയുടെ പേരും പോലും ചോദിച്ചില്ല, പുള്ളി പറഞ്ഞില്ല, പുള്ളി അങ്ങ് പോയി. ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കഥയല്ല. മനുഷ്യനാകുമ്പം പല പ്രശ്നങ്ങളുണ്ടാവും. ക്യാഷ്പരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, അസുഖപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ദൈവം എന്നൊരു പവർ, ഏത് മതസ്ഥരാവട്ടെ, ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഒരു വാതിൽ തുറക്കപ്പെടും. അത് എൻ്റെ അനുഭവമാണ്. ഞാൻ പറയണ്ട, ഞാൻ ചെയ്ത നന്മയിലെ ഏതോ ഒരു അംശം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തേ, ഞാൻ പെട്ട അവസ്ഥയിൽ ഒരു രക്ഷകനായിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ എൻ്റെ തോളിൽ തട്ടണം. ആരാണെന്ന് എനിക്കറിയില്ല. ആളെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ആൾ എന്നെ അത്രയും രക്ഷപ്പെടുത്തിയിട്ട് ആൾ പോവുകയാണ്. അപ്പം കൂട്ടുകാരെ, വേറെ ഒന്നുമില്ല, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു വാതിൽ തുറക്കപ്പെടും. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ കൈ പിടിച്ചുയർത്താൻ വരും. അത് എൻ്റെ അനുഭവമാണ്. പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഒരു കാരണത്തിന് ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മുടെ ഇവിടെ തൂക്കിക്കൊല്ലുള്ള ഓപ്ഷനൊന്നുമില്ല. കൂടിപ്പോയാൽ ജയിലിൽ കൊണ്ടിടും, അത്രേ ഉള്ളൂ. വേറെ ഒരു ടെൻഷനും നിങ്ങൾ അടിക്കരുത്. കഥയല്ല, എൻ്റെ അനുഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദുഃഖങ്ങൾ വരും. മനുഷ്യനാകുമ്പോൾ ദുഃഖങ്ങൾ വരും, ദൈവത്തിനും ദുഃഖങ്ങൾ വരും. പക്ഷേ നമ്മളെ ഒരു രക്ഷകനായിട്ട് ഒരു വ്യക്തി ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ രക്ഷകനായിട്ട് ഞാൻ ചിലപ്പോൾ വരും, പറയാൻ പറ്റില്ല. അതായത് മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളാണ്.
ഓക്കെ, ഞാനിപ്പം നീട്ടുന്നില്ല, ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.